ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. നമ്മൾ ഒരുപാട് ആക്ട് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ആക്ട്സും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തിനാ, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസ് അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കോപ്ര, കൺസ്യൂമറിന് പറയുന്ന ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് കോപ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. കോപ്ര മീൻസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ആ ആക്ട് പാർലമെൻറ്റിൽ എനാക്ട് ചെയ്തിട്ടുള്ളത് 1986 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റിൽ എനാക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് പാസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിനെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നിട്ടുള്ളത്. It was replaced by the Consumer Protection Act 2019. Consumer Protection Act 1986 2019 എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പേര് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ഉണ്ടായിരിക്കാം, റിഡ്രസൽ ഗ്രീവിയൻസ് ഉണ്ടായിരിക്കും. അത് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആൻഡ് അതോറിറ്റീസ് ഉണ്ടായിരിക്കാം, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ ആക്ട് വന്നിട്ടുള്ളത് ഒക്ടോബർ 1986 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഡിസംബർ 24. ഈ ആക്ട് പാസ് ചെയ്തിട്ടുള്ളത് ഒക്ടോബർ 1986. ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് ഡിസംബർ 24, 1986. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് എനാക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നിട്ടുള്ളത്. അതെന്ത് ചെയ്തിട്ടുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 86 അമെൻഡ് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കോപ്രയുടെ എന്ത് നോക്കാം, ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്തിനു വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന്, പ്രൊവൈഡ് ഫോർ ദ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. എന്ത് ചെയ്യുക, പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതിലെന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്, അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ റൈറ്റ്സ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ആ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ആ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോട് ചെയ്യുക. രണ്ടാമത്തത്, ടു പ്രൊവൈഡ് സിമ്പിൾ, സ്പീഡി ആൻഡ് ഇൻഎക്സ്പെൻസീവ് റിഡ്രസൽ ടു ദ കൺസ്യൂമേഴ്സ് ഗ്രീവിയൻസ് ആൻഡ് റിലീഫ് ഓഫ് എ സ്പെസിഫിക് നാച്ചർ ആൻഡ് അവാർഡ് ഓഫ് കോമ്പൻസേഷൻ ടു ദ കൺസ്യൂമേഴ്സ്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സ് വാങ്ങി, ആ പ്രോഡക്റ്റിൽ നിന്നും അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില പ്രോബ്ലംസ് ആ പ്രോഡക്റ്റിൽ നിന്നും ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതെന്ത് ചെയ്യും, കോർട്ടിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കൺസ്യൂമർ കോർട്ടിന് കംപ്ലയിൻറ്റ് കൊടുക്കും. ആ കോർട്ടിന് കംപ്ലയിൻറ്റ് കൊടുത്തത് പ്രകാരം എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്പീഡി ആൻഡ് ഇൻഎക്സ്പെൻസീവ്, സ്പീഡി ആയിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ആ സൊല്യൂഷൻ കണ്ടെത്തുന്നതോട് കൂടി തന്നെ അയാൾക്ക് ആ പ്രോബ്ലത്തിലൂടെ അയാൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷനും കൂടി എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ്സ് കോപ്രയുടെ. പിന്നെ മൂന്നാമത്, ദ ആക്ട് ഈസ് ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിൻ്റെ ചില കമ്പനീസ് അല്ലെങ്കിൽ ചില ട്രേഡ്സോ അങ്ങനത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുക, ക്വാണ്ടിറ്റി കുറച്ചിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ചിട്ട്, പിന്നെ അതിൻ്റെ ഇതിലുള്ള
പ്രോഡക്റ്റ് അല്ലാതെ വേറെ പ്രോഡക്റ്റ് കൊടുക്കുക, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ അടുത്തത് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽ ആൻഡ് അതർ അതോറിറ്റീസ് ഡിസ്പ്യൂട്ട് ആൻഡ് അതർ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ഇറ്റ്. അതായത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലുള്ള കൺസ്യൂമർ കൗൺസിലിനെയും അതിൻ്റെ അതോറിറ്റീസിനെയും ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡീസിനെയൊക്കെ എന്ത് ചെയ്യുക, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് കൂടിയും ഏതിലുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉണ്ട്. എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. രണ്ടാമത്തേത് കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അത് റിക്കവർ ചെയ്യുക. ആ പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അയാൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, കോമ്പൻസേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തേത് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. നാലാമത്തേത് കൺസ്യൂമർ സെറ്റിൽമെൻറ്റ് ബോഡി, ദെൻ കൺസ്യൂമർ കൗൺസിൽ, ദെൻ അതോറിറ്റീസ്, അതൊക്കെ എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുക. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ കവറേജ് ഓഫ് ഐറ്റംസ്. കവറേജ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതൊക്കെ ഐറ്റംസ് ആണ് കവർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ this act is applicable on all the product and services until or unless any product or services is especially debarred out of the scope of this act by the central government. എന്ത് ചെയ്തിട്ടുണ്ട്, കവറേജ് ഓഫ് ഐറ്റംസിൽ എല്ലാ ഐറ്റംസിനും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഡീബാർ ചെയ്തിട്ടുള്ള ചില പ്രൊഡക്റ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പ്രൊഡക്റ്റിനും ആപ്ലിക്കബിൾ ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആപ്ലിക്കബിൾ ആണ്. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് കവറേജ് ഓഫ് സെക്ടേഴ്സ്. ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കവർ ചെയ്യുന്നതെന്ന്. ദിസ് ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ ഏരിയാസ് വെദർ പ്രൈവറ്റ് ഓർ പബ്ലിക് ഓർ കോപ്പറേറ്റീവ്. പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ആയിക്കോട്ടെ, ഏത് ഏരിയയിലും എന്ത് കവർ ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കവർ ചെയ്യുന്നുണ്ട്. ഈ ഏരിയയിൽ നിന്ന് പ്രൈവറ്റിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കോർട്ടിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ഏത് ഏരിയയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ് കോമ്പൻസേറ്ററി നാച്ചർ ഓഫ് പ്രൊവിഷൻസ്. അതിൽ എന്താണ് പറയുന്നത്, കോമ്പൻസേറ്ററി നാച്ചറാണ്. കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങിയതിലൂടെ അയാൾ എന്തെങ്കിലും പ്രോബ്ലംസ് അയാൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ ആ കമ്പനി, ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആ കമ്പനി ആർക്ക് കൊടുത്തിരിക്കണം, കൺസ്യൂമേഴ്സിന് കൊടുത്തിരിക്കണം. അതാണ് കോമ്പൻസേറ്ററി നാച്ചർ ഓഫ് പ്രൊവിഷൻസ്. അയാൾ എന്ത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണെങ്കിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അയാൾക്ക് കൊടുത്തിരിക്കണം. ദെൻ അടുത്തത് നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്സ് ഉണ്ട്. അതിൽ റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചോയ്സ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ്. ഈ റൈറ്റ്സ് എല്ലാം കൂടി ചേർന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ദെൻ നെക്സ്റ്റ് എഫക്റ്റീവ് സേഫ് ഗാർഡ്സ്. സേഫ് ഗാർഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസിൽ നിന്നും, പ്രോഡക്റ്റ് വാങ്ങിയത് മൂലമുള്ള പ്രോബ്ലംസിൽ നിന്നും അവരെ സേഫ് ചെയ്യുന്നുണ്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സേഫ്റ്റി കൂടിയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, കൺസ്യൂമർ അല്ലെങ്കിൽ കമ്പനി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ്സാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ സാറ്റിസ്ഫാക്ടറി അല്ലാത്ത ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാം, ഒരു സേഫ്റ്റി അവർക്ക്
ആവശ്യമായിട്ടുണ്ട്. അതിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവർക്കൊരു സേഫ്റ്റി, കൺസ്യൂമേഴ്സിന് സേഫ്റ്റി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് കോപ്ര, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്നത്. കവറേജ് ഓഫ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും കവർ ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഡിബാർ ചെയ്തിട്ടുള്ള ചില ഐറ്റംസ് അല്ലാതെ ബാക്കി എല്ലാ ഐറ്റംസും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കവർ ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കോപ്പറേറ്റീവ് സെക്ടറും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി ദെൻ കോമ്പൻസേറ്ററി നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് വല്ല പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള കോമ്പൻസേഷൻ കൊടുക്കാനും കോമ്പൻസേഷൻ കൊടുക്കണമെന്നും ഇതിലുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ഉണ്ട്. ദെൻ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു ബി ഇൻഫോർമേഷൻ, റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഏത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ദെൻ എഫക്റ്റീവ് സേഫ് ഗാർഡ്സ്, കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഡിഫക്റ്റീവ് പ്രൊഡക്ട്സിൽ നിന്നും അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സേഫ് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സിനെ. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോപ്ര. ദെൻ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ് പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? അതിന് മുമ്പ് ആരാണ് കൺസ്യൂമർ എന്ന് നോക്കാം. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു ബൈസ് എ ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ഹിസ് ഓൺ പേഴ്സണൽ യൂസ് ആൻഡ് നോട്ട് ഫോർ അതർ ഫർദർ മാനുഫാക്ചർ ഈസ് കോൾഡ് എ കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ, ആ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ആ പേഴ്സൺ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസസ് വാങ്ങിയിട്ടുള്ളത് അയാളുടെ പേഴ്സണൽ യൂസ്, അയാളുടെ മാത്രം പേഴ്സണൽ യൂസിനാണെങ്കിൽ, അല്ലാതെ അയാളുടെ വേറെ മാനുഫാക്ചറിങ് പർപ്പസിനോ അല്ലെങ്കിൽ വേറെ സെയിൽ പർപ്പസിനോ ഒന്നുമല്ല അയാൾ വാങ്ങിയിട്ടുള്ളത്. അയാളുടെ പേഴ്സണൽ യൂസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം പേഴ്സൺസിനെ പറയുന്ന പേരാണ് ഇത് കൺസ്യൂമർ എന്ന്. കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതായത് കൺസ്യൂമർ ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. കൺസ്യൂമർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ വിൽക്കാൻ അത് കൺസ്യൂമേഴ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. കൺസ്യൂമേഴ്സ് അങ്ങനെ വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കും വേണ്ട, പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ കൺസ്യൂമറാണ് ഇവിടെ മാർക്കറ്റിൽ, അല്ലെങ്കിൽ അതിൽ കൺസ്യൂമർ ഈസ് ദ കിങ്. ദെൻ കൺസ്യൂമർ റൈറ്റ്സ്, അപ്പോൾ കൺസ്യൂമേഴ്സ് കിങ് ആയതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ചില റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 6 റൈറ്റ്സാണ് പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രകാരം 6 റൈറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന്. അതിൽ 6ഉം ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് റൈറ്റ് ടു സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഡിഫൈൻസ് ദിസ് റൈറ്റ് ആസ് എ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. റൈറ്റ് ടു സേഫ്റ്റിയിൽ പറയുന്നിട്ടുണ്ട് കൺസ്യൂമേഴ്സിൻ്റെ സേഫ്റ്റി, അതിനെന്ത് ചെയ്യുന്ന, അതിന് സേഫ്റ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൈറ്റ്. പെർട്ടിക്കുലർ ഇപ്പം പറയുകയാണെങ്കിൽ മെഡിസിൻസ്, ഫുഡ് സ്റ്റെപ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ അതായത് കൺസ്യൂമേഴ്സിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിക്ക് ഹസാർഡസ് ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റും സർവീസിൽ നിന്നും എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൻ്റെ ആ ഒരു സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് പോയ്സൺ വന്നത്. അപ്പോൾ അവിടെ ഹോട്ടൽ എന്ത് നോക്കിയിട്ടില്ല, കൺസ്യൂമേഴ്സിൻ്റെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. അവർ കുറച്ച് ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ സേഫ്റ്റി ഒന്നും നോക്കാതെ അത് കൺസ്യൂമേഴ്സിന് വിറ്റു. അപ്പോൾ എന്ത് ചെയ്യാം, കൺസ്യൂമേഴ്സിന് കംപ്ലയിൻറ്റ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഹോട്ടൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഫുഡ് അവർ ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്തിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോബ്ലംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസ്യൂമേഴ്സിന് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം. അല്ലാന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ആ ഹോട്ടലിനെതിരെ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. അതിനുള്ള കോമ്പൻസേഷനും അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ പ്രോഡക്റ്റ് അവർ തന്നെ എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്തിരിക്കണം, വാലിഡേറ്റ് ആണോ നോക്കിയിരിക്കണം. അത്
ടെസ്റ്റ് ചെയ്തിരിക്കണം. മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പേ ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് റൈറ്റ് ടു സേഫ്റ്റി. കൺസ്യൂമേഴ്സിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കടയിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് നമ്മൾ പോയ പാടാണ്ട് വാങ്ങിക്കൂല. എന്ത് ചെയ്യുന്നുണ്ട്, ആ കൺസ്യൂമേഴ്സിന് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട് അവിടെ. അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിൻ്റെ ക്വാളിറ്റി എത്രയാണ്, പിന്നെ അതിൻ്റെ മറ്റുള്ള ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ പ്രോഡക്റ്റ് ആ കൺസ്യൂമർ കൺസ്യൂം ചെയ്യേണ്ടത്. അതിനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിന് ഉണ്ട്. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ദെൻ റൈറ്റ് ടു ചൂസ്. ഇപ്പം മാർക്കറ്റിൽ സെയിം പ്രോഡക്റ്റ്, ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സിൽ എന്തുണ്ടായിരിക്കും, അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. സെയിം പ്രൈസിലായിരിക്കും, അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസിൽ, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിൽ, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ. അതൊക്കെ എന്ത് ചെയ്യേണ്ടത്, കൺസ്യൂമേഴ്സിന് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണം, എങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങിക്കണം, എത്ര പ്രൈസിൽ വാങ്ങിക്കണം എന്നൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. അതാണ് റൈറ്റ് ടു ചൂസ്. ദെൻ നെക്സ്റ്റ് റൈറ്റ് ആണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. When consumer feels exploited, he has the right to approach a consumer court to file a complaint. അതായത് കൺസ്യൂമേഴ്സിന് തോന്നി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കംപ്ലയിൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും. കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നതുമായി കൺസ്യൂമർ കോർട്ട് എന്തുണ്ടായിരിക്കണം, അയാളുടെ കംപ്ലയിൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ കൺസ്യൂമർ കോർട്ട് കണ്ടെത്തിയിരിക്കണം. അതാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. അയാളുടെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിനുള്ള കോമ്പൻസേഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു റൈറ്റ്സ് ഇതിലുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉണ്ട്. ദെൻ റൈറ്റ് ടു ബി ഹേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ പറഞ്ഞത് എന്ത് ചെയ്യുക, കൺസ്യൂമർ കോർട്ടിന് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഈ റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്നത് അയാൾക്ക് ചിലപ്പോൾ ഫിയർ ഉണ്ടായിരിക്കും ആ കമ്പനീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ അയാൾക്ക് പേടിയുണ്ടായിരിക്കും. ആ ഒരു കേസിൽ അയാൾക്ക് വോയിസ് കേൾക്കാൻ പറ്റും. വോയിസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ് കൊടുക്കാം. അതാണ് റൈറ്റ് ടു ബി ഹേർഡ്. ഇനി നെക്സ്റ്റ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമേഴ്സിനുള്ള എഡ്യൂക്കേഷന് കിട്ടാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിന് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സ് വാങ്ങിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് വാങ്ങാനുള്ളൊരു ഡിസിഷൻ അയാൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഡിസിഷൻ അങ്ങനെ എടുക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ക്വാളിറ്റിയിൽ എത്ര പ്രോഡക്റ്റ് വാങ്ങിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കണം, ഏത് പ്രൈസിൽ വാങ്ങിക്കണം എന്നുള്ള ഒരു അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കും ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. അതാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പോൾ 6 റൈറ്റ്സ് ആണ് പറയുന്നത്. ഒന്ന് റൈറ്റ് ടു സേഫ്റ്റി കിട്ടാനുള്ള റൈറ്റ്, പ്രോഡക്റ്റിൽ നിന്നുള്ള സേഫ്റ്റി കിട്ടാനുള്ള റൈറ്റ് കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ, ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, പ്രൈസ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡിസ്ക്രിപ്ഷൻസ്, എക്സ്പയറി ഡേറ്റ്, എല്ലാ ഇൻഫർമേഷൻസും അറിയാനുള്ള ഒരു റൈറ്റ്സ് കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു ചൂസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു സീക്ക് റിഡ്രസൽസ്, അയാൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ കമ്പനിക്കെതിരായിട്ട് എന്ത് ചെയ്യാം, കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം. അതിനെന്ത് ചെയ്യും, പെട്ടെന്ന് കൺസ്യൂമർ കോർട്ട് എന്ത് ചെയ്യണം, സൊല്യൂഷനും കണ്ടെത്തിയിരിക്കണം. ദെൻ റൈറ്റ് ടു ബി ഹേർഡ്, അയാൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, വോയിസിലൂടെ അയാൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. ദെൻ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അതായത് കൺസ്യൂമർ എന്ത് ചെയ്യുക, ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അയാൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം.
എങ്കിൽ മാത്രമേ അയാൾക്ക് എത്ര പ്രോഡക്റ്റ് വാങ്ങണം, എത്ര ക്വാളിറ്റിയിൽ, എത്ര പ്രൈസിൽ വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ഡിസിഷൻ അയാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ 6 റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് പറയുന്നത്. അതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്, അതിൻ്റെ ഒരുപാട് മറ്റേ കൺസ്യൂമർ റിഡ്രസൽ കൗൺസിലുണ്ട്. അതിൽ ഒന്നാമത്തേത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് is an agency of the government of Nigeria with the mandate of the addressing consumers' complaints, providing consumer education and encouraging trade, industry and professional association to develop and enforce quality standards designed to safeguard the interest of consumers. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അഡ്രസ്സിങ് കൺസ്യൂമേഴ്സിന് കംപ്ലയിൻറ്റ്സ് കൊടുക്കാനും, അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും, ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻസ് എൻകറേജ് ചെയ്യാനും, ഒരു നല്ലൊരു കൺസ്യൂമേഴ്സുമായിട്ടുള്ള നല്ലൊരു റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാനും, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ 3 കൗൺസിലാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, 2 സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, 3 ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ നോട്ടിഫിക്കേഷൻ എസ്റ്റാബ്ലിഷ് എ കൗൺസിൽ ടു ബി നോൺ ആസ് The central government shall by notification establish a council to be known as Central Consumer Protection Council. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വഴി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൗൺസിലാണെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിനെ പറയുന്ന പേരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഫോളോവിങ് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ആ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിൽ ഒന്നാമത്തെ മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഹു ഷാൽ ബി ഇറ്റ്സ് ചെയർമാൻ. അതായത് എന്ത് ചെയ്യുക, കൺസ്യൂമേഴ്സ് അഫെയർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ഇതിൽ അയാളെന്താ ഒരു പേഴ്സൺ ആയിരിക്കും, അതിലൊരു മെമ്പർ ആയിരിക്കും. സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ആ മിനിസ്റ്ററാണ് ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ. ഇനി രണ്ടാമത്തത് അതർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. ഒഫീഷ്യലായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, നോൺ ഒഫീഷ്യലായിട്ടുള്ള മെമ്പേഴ്സും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടായിരിക്കാം. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടാണ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിനെ പറയുന്ന പേരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിൽ 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. ആ മിനിസ്റ്ററാണ് ആ ഒരു കൗൺസിലിൻ്റെ ചെയർമാൻ. പിന്നെ അതിൽ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും കൂടി ഉണ്ടായിരിക്കും. ഇനി സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ രണ്ടാമത്തെ ഒരു വിഭാഗക്കാരാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. The state government shall by notification establish a council known as the State Consumer Protection Council. നേരത്തെ പറഞ്ഞത് സെൻട്രലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഇവിടെ സ്റ്റേറ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈ നോട്ടിഫിക്കേഷൻ വഴി സ്റ്റേറ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കൗൺസിലിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. നേരത്തെ സെൻട്രൽ ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ആയിരുന്നു, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ആയിരിക്കും. അയാളായിരിക്കും ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ. പിന്നെ അതർ ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കാം, നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ പറയുന്നത് നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ് ഷാൾ ബി ഹെൽഡ് എവറി ഇയർ. ഓരോ ഇയറിലും 2 മീറ്റിംഗ് എങ്കിലും ആ
കൗൺസിൽ വിളിച്ചിരിക്കണം. സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എവറി ഇയറിലും 2 മീറ്റിംഗ് എങ്കിലും വിളിച്ചിരിക്കണം. പിന്നെ മീറ്റിംഗ് ഷാൾ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ആ മീറ്റിംഗ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വഴിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൗൺസിലിനെ പറയുന്ന പേരാണ് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിൽ ഒരു സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അയാളായിരിക്കും ഇതിൻ്റെ ചെയർമാന്. പിന്നെ ഒഫീഷ്യലായിട്ടുള്ള നോൺ ഒഫീഷ്യലായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു വർഷത്തിൽ 2 മീറ്റിംഗെങ്കിലും എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചിരിക്കണം. പിന്നെ ആ മീറ്റിംഗ് ആര് മാൻഡേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആര് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഇനി ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ താഴത്തെ ലെവലാണ്. മുകളിലത്തെ ലെവലാണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, മിഡിൽ സ്റ്റേറ്റ്, ദെൻ താഴത്തെ ഒരു ലെവലാണ് കൗൺസിലാണ് ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. The state government shall establish for every district by notification a council to be known as District Consumer Protection Council. ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ടായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ഓരോ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു കൗൺസിലിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ദ കളക്ടർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്. അതായത് ആ ജില്ലയിലെ കളക്ടർ ആരാണോ ആ കളക്ടർ എന്തുണ്ടായിരിക്കും? അതിലൊരു മെമ്പറായിരിക്കും. അയാളാണ് ഹു ഷാൽ ബി ഇറ്റ്സ് ചെയർമാൻ. അയാളാണ് അതിൻ്റെ ആ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലെ ചെയർമാൻ. പിന്നെ ഒഫീഷ്യലും ആൻഡ് നോൺ ഒഫീഷ്യലും മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്തിരിക്കണം? ഒരു വർഷത്തിൽ 2 മീറ്റിംഗെങ്കിലും വിളിച്ചിരിക്കണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് മീറ്റിംഗ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ 3 കൗൺസിലാണുള്ളത്. ഏറ്റവും ഹയസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ദെൻ മിഡിൽ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, താഴെ ഏറ്റവും ലോ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഇനി കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ്, അതായത് കൺസ്യൂമേഴ്സിന് കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാനുള്ള ഏജൻസീസ് ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൺസ്യൂമേഴ്സിന് കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസിൽ പറയുന്നത്. അതിൽ 3 ഏജൻസീസ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ഫോറംസ് ആണുള്ളത്. ഒന്ന് ഡിസ്ട്രിക്ട് ഫോറം, രണ്ടാമത്തത് സ്റ്റേറ്റ് കമ്മീഷൻ, 3 നാഷണൽ കമ്മീഷൻ. അതിൽ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഈച്ച് ഡിസ്ട്രിക്ട് ഫോറം ഷാൾ കൺസിസ്റ്റ് ഓഫ്, ആ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരെയാണ് പറയുന്നത്. ഒന്നാമത്തെ പേഴ്സൺ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഷാൾ ബി ഇറ്റ്സ് പ്രസിഡൻറ്റ്. അതായത് ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ത് ചെയ്തിരിക്കണം? ആ പേഴ്സണെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണിന് എന്ത് ചെയ്തിരിക്കാം? അയാൾ അതിൽ മെമ്പറായിരിക്കണം. അയാളായിരിക്കും ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ആ ഫോറത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഈസ് ക്വാളിഫൈഡ് ടു ബി എ ഡിസ്ട്രിക്ട് ജഡ്ജ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആ മെമ്പറായിരിക്കും ആ ഫോറത്തിൻ്റെ പ്രസിഡൻറ്റ്. പിന്നെ 2 other member, 1 shall be a woman who shall have the qualification. പിന്നെ അങ്ങനെ ഒരു മെമ്പർ ഉണ്ടായിരിക്കും, പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും. പിന്നെ 2 മെമ്പർ ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ എന്തായാലും എന്തായിരിക്കണം? വുമൺ ആയിരിക്കണം. ആ വുമൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ 2 മെമ്പേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. നോട്ട് ലെസ് ദാൻ 35 years of age. 35 വയസ്സിന് താഴെയുള്ള ആളാവരുത്. ആ 2 മെമ്പേഴ്സിൽ ഒരാൾ 35 വയസ്സിന് താഴെയുള്ള ആളാവരുത്. ദെൻ രണ്ടാമത്തെ ബി പോസസ് എ ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒരു റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അയാൾ എന്ത് ചെയ്തിരിക്കണം? ബാച്ചിലർ ഓഫ് ഡിഗ്രി ക്വാളിഫൈ ചെയ്തിരിക്കണം. പിന്നെ മൂന്നാമത്തത് ആഡിക്വേറ്റ് കോളേജ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 years. 10 വർഷത്തെ എന്തെടുക്കാം?
10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും അയാൾക്ക് ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അയാൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഉണ്ടാകേണ്ട മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും. ആ പ്രസിഡൻറ്റിന് ഡിസ്ട്രിക്ട് ജഡ്ജ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ 2 മെമ്പർ ഉണ്ടായിരിക്കും. അതിൽ ഒരു മെമ്പർ എന്താ ചെയ്തിരിക്കണം, വുമൺ ആയിരിക്കണം. പിന്നെ ആ 2 മെമ്പറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 35 വയസ്സിനുള്ള താഴെയുള്ള ആളാവരുത്. പിന്നെ ഒരു ബാച്ചിലർ ഡിഗ്രിയിൽ നിന്ന് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയാൾ എന്ത് ചെയ്തിരിക്കണം, പോസ് ചെയ്തിരിക്കണം. പിന്നെ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. then 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഇത് കൺസ്യൂമേഴ്സിന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫയൽ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എക്സീഡിങ് ₹20 lakh, അതായത് 20 lakh വരെ ഉള്ള പ്രോഡക്റ്റ്, 20 lakh വരെയുള്ള പ്രോഡക്റ്റിനാണ് അയാൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതിലാണ് അയാൾ കേസ് കൊടുക്കുക, ഡിസ്ട്രിക്ട് ഫോറത്തിലാണ് അയാൾ കൊടുക്കുക. 20 lakh വരെ 10 ലക്ഷമായിരിക്കാം, 20 ലക്ഷമായിരിക്കാം, 15 ആയിരിക്കാം, 1 ലക്ഷമായിരിക്കും. അത്തരത്തിലുള്ള ഈ 20 lakh വരെയുള്ള പ്രോഡക്റ്റിന് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കംപ്ലൈൻറ്റ് കൊടുക്കുക ഡിസ്ട്രിക്ട് ഫോറത്തിലായിരിക്കും. ഇനി രണ്ടാമത്തതാണ്, 3 ലെവലാണുള്ളത്. 1 ഡിസ്ട്രിക്ട് ഫോറം, 2 സ്റ്റേറ്റ് കമ്മീഷൻ, 3 നാഷണൽ കമ്മീഷന്. ഇനി സ്റ്റേറ്റ് കമ്മീഷനിൽ പറയുന്നുണ്ടെങ്കിൽ ഈച്ച് സ്റ്റേറ്റ് കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ്, ആ സ്റ്റേറ്റ് കമ്മീഷനിലെ മെമ്പേഴ്സിനാണ് പറയുന്നത്. ഒരു പേഴ്സൺ വാസ് ബീൻ എ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൽ എന്ത് ചെയ്തിരിക്കണം, ഹൈക്കോർട്ടിലെ ജഡ്ജായിരിക്കണം. ഹൈക്കോർട്ടിലെ ജഡ്ജ് ഉണ്ടായിരിക്കും. അയാളാണ് എന്ത്, ആ ഒരു സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രസിഡൻറ്റ്. പിന്നെ 2 other മെമ്പർ, 1 of them ഷാൾ ബി വുമൺ. 2 മെമ്പർ ഉണ്ടായിരിക്കും. അതിൽ ഒരു മെമ്പർ വുമൺ ആയിരിക്കണം. ആ മെമ്പേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ സെയിം ആണ്. 35 വയസ്സിന് താഴെയുള്ള ആളാവണം, 35 വയസ്സിന് മുകളിലുള്ള ആളാവണം. പിന്നെ അയാൾക്കൊരു ബാച്ചിലർ ഓഫ് ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ് ചെയ്തിരിക്കണം. പിന്നെ മൂന്നാമത്തത് അഡിക്കേറ്റ് ആയിട്ടുള്ള നോളജും 10 year എക്സ്പീരിയൻസും, 10 year എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പിന്നെ ഈ സ്റ്റേറ്റ് കമ്മീഷനിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് മോർ ദാൻ 20 lakh ആൻഡ് നോട്ട് എക്സീഡിങ് 1 crore. എന്താ, മോർ ദാൻ 20 lakh, 20 ലക്ഷത്തിന് മുകളിലുള്ള പ്രോഡക്റ്റിന് അല്ലെങ്കിൽ അങ്ങനത്തെ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അയാൾ അതിന് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ്സ് കൊടുക്കാൻ പറ്റും. ബട്ട് നോട്ട് എക്സീഡിങ് 1 crore, 1 കോടിയിൽ എക്സീഡ് ചെയ്യാനും പറ്റില്ല. 20 ലാക്കിൻ്റെ 20 ലാക്കിൻ്റെ മുകളിലുള്ളതും ആയിരിക്കണം. അത്തരത്തിലുള്ള പ്രോഡക്റ്റിന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് കമ്മീഷനിൽ അയാൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ദെൻ അടുത്ത ലാസ്റ്റ് ലെവലാണ് നാഷണൽ കമ്മീഷന്. ഈ നാഷണൽ കമ്മീഷനിൽ ഉണ്ടാകുന്ന മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ടിലെ ജഡ്ജായിരിക്കണം. അയാളായിരിക്കും എന്ത്, നാഷണൽ കമ്മീഷൻ്റെ പ്രസിഡൻറ്റ്. ദെൻ 5% ഷാൾ ബി എ വുമൺ. മറ്റിലൊക്കെ 2% ആണ് പറയുന്നത്. നാഷണൽ കമ്മീഷനിൽ 5 പേഴ്സൺസ് ഉണ്ടായിരിക്കും. അതിലൊരു പേഴ്സൺ വുമൺ ആയിരിക്കണം. സെയിം ക്വാളിഫിക്കേഷൻ തന്നെ പറയുന്നത്, 35 വയസ്സിന് മുകളിലുള്ള ആയിരിക്കണം, ബാച്ചിലർ ഓഫ് ഡിഗ്രി ഉണ്ടായിരിക്കണം, ദെൻ നോളജ് ഉണ്ടായിരിക്കണം, 10 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സെയിം ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. വീണ്ടും ഇവിടെ എഴുതിയിട്ടില്ല, അതിന് സെയിം തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ നാഷണൽ കമ്മീഷൻ പ്രകാരം എത്ര എമൗണ്ടിനാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളത്, 1 crore വിൽ ബി ഹാൻഡിൽഡ്. മോർ ദാൻ 1 crore, 20 ലക്ഷം മുതൽ 1 കോടി വരെ സ്റ്റേറ്റ് കമ്മീഷനിലാണ്. ഈ 1 കോടിക്ക് മുകളിലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസിന് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് നാഷണൽ കമ്മീഷനിലാണ് അയാൾ പരാതി കൊടുക്കേണ്ടത്. അപ്പോൾ 3 കമ്മീഷൻ അല്ലെങ്കിൽ 3 ഫോറംസ് ആണ് പറയുന്നത്. ഒന്ന് ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കും, 2 മെമ്പർ ഉണ്ടായിരിക്കും, ഒരു മെമ്പർ വുമൺ ആയിരിക്കണം. അതിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 lakhന് താഴെയുള്ള ഏത് പ്രോഡക്റ്റിനും അല്ലെങ്കിൽ ഏത് സർവീസും അയാൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡിസ്ട്രിക്ട് ഫോറത്തിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ഇനി സ്റ്റേറ്റ് കമ്മീഷനിൽ പറയുന്നത്, സ്റ്റേറ്റ് കമ്മീഷനിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോർട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും, അതാണ് പ്രസിഡൻറ്റ്. പിന്നെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, 1 വുമൺ ആയിരിക്കണം. സെയിം ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്. പിന്നെ അതിൽ കേസ് ചെയ്യാൻ പറ്റുന്ന, ഫയൽ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടും എന്നാൽ 1 കോടിക്ക് താഴെയുള്ള 1 കോടിക്ക് മുകളിലാവാൻ പാടില്ല. 20 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് ആയിരിക്കണം. അതിൽ 20 to 1 crore അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും എമൗണ്ടിനുള്ള പ്രോഡക്റ്റിനാണ് അല്ലെങ്കിൽ സർവീസസിനാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ അയാൾ സ്റ്റേറ്റ് കമ്മീഷനിൽ എന്ത് ചെയ്യണം, കംപ്ലൈൻറ്റ് കൊടുക്കണം. പിന്നെ നാഷണൽ കമ്മീഷനിൽ പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടായിരിക്കും, ദെൻ 5 പേഴ്സൺസ് ഉണ്ടായിരിക്കും, അതിലൊരു പേഴ്സൺ വുമൺ ആയിരിക്കണം. അതിൽ കംപ്ലയിൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 1 crore മുകളിലുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആണെങ്കിൽ അതിൽ നാഷണൽ കമ്മീഷനിൽ പോയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറഞ്ഞ് അതിൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ് അതിൻ്റെ ഫീച്ചേഴ്സ്, റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് 6 റൈറ്റ്സ്, കൺസ്യൂമർ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്താണ്, അതിൽ 3 കൗൺസിൽ: സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് പറഞ്ഞ് അതിൽ ഡിസ്ട്രിക്ട് ഫോറം, സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.